ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വീഡിയോ മാത്രം കണ്ടാൽ പോരാ, നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ ഉള്ളൂ സ്പീഡ് കിട്ടത്തുള്ളൂ. നമുക്ക് ഇക്വേഷൻസ് എഴുതാതെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറും കിട്ടത്തുള്ളൂ. ഹലോ, വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. ഞാനിവിടെ ചെയ്യുന്നത് ACCA F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ EOQൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. EOQ എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലോട്ട് വരും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എൻട്രി ആപ്പ് ന്യൂ ഇയർ പ്രമാണിച്ച് ACCA ആസ്പിറൻസിന് വേണ്ടി ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. യുവർ ഇയർ 2025 എന്നാണ് ഓഫറിൻ്റെ പേര്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യൂ, ഓഫർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലോട്ട് തുടങ്ങാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ബ്രീഫായിട്ട് പറയുവാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്തായിരുന്നു, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഫോർമുല എന്തായിരുന്നു. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു √of 2COD ഡിവൈഡഡ് ബൈ CH എന്നാണ് ഫോർമുല. അതിനകത്ത് CO എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആണ്, D എന്ന് പറയുന്നത് ഡിമാൻഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ആണ്, CH എന്നുള്ളത് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 യൂണിറ്റ് ഓഫ് ഇൻവെന്ററി ഫോർ 1 പീരിയഡ് ടൈം പീരിയഡ് എന്നുള്ളതാണ്. ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിലോട്ട് വരുമ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മളൊരു ഗ്ലാസ് കമ്പനി എന്നൊരു കമ്പനിയെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ്. അതിനകത്ത് ഡിമാൻഡ് ഫോർ ഗ്ലാസ് ഇസ് 10,000 square meters a year. The cost of placing an order for any amount of glass is $50. The cost of holding 1 meter square of the glass is $100 a year. What is the EOQ of the glass? ഡയറക്റ്റ് ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിക്ക് ഔട്ട് ചെയ്താൽ മാത്രം മതി ഓരോ വേരിയബിൾസിൻ്റെയും വാല്യൂ. ഇതിനകത്ത് ഡിമാൻഡ് ഓഫ് ദ ഗ്ലാസ് ഇസ് 10,000 square meter. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിമാൻഡ് D എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ ഫോർ എനി എമൗണ്ട് ഓഫ് ദ ഗ്ലാസ് ഇസ് 50. CO ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. CO എന്ന് പറയുന്നത് 50 ആണ്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 meter square ഓഫ് ഗ്ലാസ് ഇസ് $100 a year. ഒരു ടൈം പീരിയഡ്, ഒരു 1 ഇയറിലോട്ടുള്ള ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാണ്? $100. അതും നമുക്ക് തന്നിട്ടുണ്ട് CH. ഇത് നമുക്ക് നേരെ EOQൻ്റെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് EOQ കണ്ടുപിടിക്കാം. സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. EOQൻ്റെ ഫോർമുല എന്നായിരുന്നു? EOQ is equal to √of 2COD divided by CH. ഈ ഒരു ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂ എല്ലാം നമുക്കുണ്ട്. അത് വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒന്നും കൂടി പറയുവാണ്. EOQ is equal to the whole root of 2COD divided by CH. ഓർഡറിംഗ് കോസ്റ്റ് CO എത്രയായിരുന്നു? CO $50 നമുക്ക് തന്നിട്ടുണ്ട്. CO is equal to $50. D ഡിമാൻഡ് എത്രയായിരുന്നു? 10,000 squares. ഡിമാൻഡ് എന്ന് പറയുന്നത് 10,000 ആണ്. അതുപോലെ തന്നെ CH ഹോൾഡിംഗ് കോസ്റ്റ് എത്രയായിരുന്നു? $100 അല്ലായിരുന്നോ? $100 ആയിരുന്നു CH. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് EOQ is equal to √of 2 into CO $50 into D എന്നുള്ളത് 10,000 the whole divided by 100. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. എന്തിൻ്റെ റൂട്ടാണ്? 10,000ൻ്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ബേസിക് മാത്തമാറ്റിക് കാൽക്കുലേഷൻ വെച്ച് 100 into 50 into 2 10,000 എന്ന് കിട്ടും. 10,000ൻ്റെ റൂട്ട് എത്രയാണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 ആണ് നമ്മുടെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയുടെ ഇത്. അതാണ് ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് EOQൻ്റെ ആപ്ലിക്കേഷൻ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത EOQൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. എന്നാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ്? ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ. നമ്മൾ EOQ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ EOQ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ഒരു EOQ കിട്ടാൻ വേണ്ടി എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ ആവറേജ് ഇൻവെൻട്രി ഹെൽഡ്, നമ്മൾ EOQ മെത്തേഡ് ഫോളോ ചെയ്യുമ്പം ആവറേജ് ഇൻവെൻട്രി ഹെൽഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ EOQ. EOQ divided by 2 plus buffer inventory.
ബഫർ ഇൻവെൻട്രി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻവെൻട്രി ലെവലാണ്, മിനിമം ഇൻവെൻട്രി ലെവൽ അല്ലെങ്കിൽ ബഫർ ഇൻവെൻട്രി. അത് പ്ലസ് EOQൻ്റെ ഹാഫ് എടുക്കുമ്പോഴേക്ക് നമുക്കൊരു ആവറേജ് ഇൻവെൻട്രി, നമ്മൾ EOQ മോഡൽ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് ഇൻവെൻട്രി എപ്പോഴും എന്തോരം ഉണ്ട് എന്നുള്ളതാണ് EOQ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എന്തുകൊണ്ട് EOQ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ആവറേജ് ഇൻവെൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞതായിരുന്നു. 100% ആണ് ആദ്യം നമ്മൾ സ്റ്റോക്ക് വരുമ്പോഴേക്ക്, സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ 0%. ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് 100 + 0/2 എന്നുള്ളത് EOQൻ്റെ ബൈ 2 എന്ന് പറയുന്നതാണ്. EOQ ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി. അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റ്, ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണ്? ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ ഇൻറ്റു കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് പെർ യൂണിറ്റ്. ഒരു ഓർഡർ ചെയ്യാനായിട്ടുള്ള കോസ്റ്റാണ് CO. നമ്മൾ EOQ കണ്ടുപിടിക്കുമ്പോൾ CO നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് ഡിമാൻഡ് ഡിവൈഡ് ബൈ EOQ. ഡിമാൻഡ് ഡിവൈഡ് ബൈ EOQ ഇൻറ്റു CO. പിന്നെ ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ്. ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ് ഒരു EOQ മോഡൽ ഫോളോ ചെയ്യുമ്പോഴേക്കുള്ള ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാണ്? ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു CH എന്താ? കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് എ യൂണിറ്റ് ഫോർ എ ഇയർ. അപ്പോൾ ആവറേജ് ഇൻവെൻട്രി, നമ്മൾ ആവറേജ് ആയിട്ട് നമ്മുടെ ഒരു ഹോൾഡ് ചെയ്യുന്ന ഇൻവെൻട്രി എത്രയാണോ അതിനെ ഒരു യൂണിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ് CH ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ്. ഹോൾഡിങ്ങിൻ്റെയും ഓർഡറിങ്ങിൻ്റെയും ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ വരുന്നതാണ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ പർച്ചേസ് കോസ്റ്റ്. ഒരു ഇൻവെൻട്രിയുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് ആ ഒരു ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റ്, ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ്, അതുപോലെ തന്നെ ഓർഡർ വന്നപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ്, അതും കൂടെ അതിനെയാണ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇത് ഫുൾ ഒന്നും കൂടി റീഡ് ചെയ്ത് മൈൻഡിൽ വെക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ആപ്ലിക്കേഷൻസ് ഓഫ് EOQ. അടുത്തത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ബിഗിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യനിലെ റിക്വയർമെൻറ്റ് എന്നാ? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രി ഫോർ ദ കോമ്പണൻറ്റ് ഫോർ ദ ഇയർ. ഇതിനകത്ത് നമ്മൾ ചോദിച്ചേക്കുന്നത് EOQ മോഡൽ ഫോളോ ചെയ്യുമ്പോഴേക്കുള്ള ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് ഹോൾഡിംഗ് ഇൻവെൻട്രിയുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ മാനുഫാക്ചറിങ് കമ്പനി ഹാസ് ആൻ EOQ ഓഫ് 1000. നമുക്ക് EOQ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 1000. EOQ അപ്പം കണ്ടുപിടിക്കേണ്ട. അതുപോലെ തന്നെ EOQ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി. ഫോർ എ കമ്പോണൻറ്റ് A, ഇറ്റ് യൂസസ് 15 ഓഫ് ദീസ് കമ്പോണൻറ്റ്സ് എ ഇയർ. ഈ ഒരു കമ്പോണൻറ്റ് നമ്മൾ എന്തോരം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞേക്കുന്നതാണ് അത്. ദ മിനിമം ഇൻവെൻട്രി ലെവൽ ഇസ് 4000. ബഫർ ഇൻവെൻട്രി അഥവാ മിനിമം ഇൻവെൻട്രി ലെവൽ നമുക്ക് തന്നിട്ടുണ്ട്. ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് വൺ കമ്പോണൻറ്റ് ഇൻ ആൻ ഇയർ ഫോർ എ ഇയർ ഇസ് $0.60 എന്ന് വെച്ചാൽ 60 cents ആണ് നമുക്ക് വരുന്ന ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാണെന്നുള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലെ റിക്വയർമെൻറ്റ് ഹോൾഡിംഗ് ഇൻവെൻട്രി, കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രി. ഹോൾഡിംഗ് ഇൻവെൻട്രിയുടെ കോസ്റ്റ് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് എ യൂണിറ്റ് ആണ്. ആവറേജ് ഇൻവെൻട്രി എന്നുള്ളത് EOQ ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി. അപ്പം ഇതും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നിട്ടുണ്ട്. ബഫർ ഇൻവെൻട്രി തന്നിട്ടുണ്ട്, EOQ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഹോൾഡിംഗും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്നത് ഇറ്റ് യൂസസ് 15,000 ഓഫ് ദീസ് കമ്പോണൻറ്റ്സ് എ ഇയർ. ഇത് ശരിക്കും നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്ന ഒരു വാല്യൂ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് വെച്ച് നമുക്ക് ആ 15,000ൻ്റെ ആവശ്യം അവിടെ ഇല്ല. ബാക്കി 3 എണ്ണം വെച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ആണ്. അപ്പം ഒരു യൂണിറ്റിൻ്റെ CH നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് വൺ കമ്പോണൻറ്റ് ഓഫ് ഇൻവെൻട്രി ഈസ് $0.6. അപ്പം നമ്മൾ അതിനകത്തുനിന്ന് CH എന്ന് പറയുന്നതിൻ്റെ വാല്യൂ CH ഈസ് ഈക്വൽ ടു $0.60. ഇനി ആവറേജ് ഇൻവെൻട്രിയുടെ നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോൾ ആവറേജ് ഇൻവെൻട്രി എങ്ങനെയായിരുന്നു? ആവറേജ് ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് EOQൻ്റെ പകുതി EOQ ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി അല്ലെങ്കിൽ മിനിമം ഇൻവെൻട്രി ലെവലാണ് പ്ലസ് ബഫർ ഇൻവെൻട്രി. ആവറേജ് ഇൻവെൻട്രി എന്നുള്ളത് EOQ ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി ആണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആവറേജ് ഇൻവെൻട്രി തന്നിട്ടുണ്ട്, EOQ ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി. EOQ എത്രയാണ്? EOQ തന്നിട്ടുണ്ട് 1000 ബൈ 2. ബഫർ ഇൻവെൻട്രി എത്രയാണ്?
ദ മിനിമം ഇൻവെൻട്രി ലെവൽ ഈസ് 4000. അതും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. EOQ എന്നുള്ളത് 1000 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 4000 ആണ് ബഫർ ഇൻവെൻട്രി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 4500. ഈ 4500 ഇൻറ്റു കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 0.60 ആണ് ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന വാല്യൂ is equal to 4500 into 0.60. That is equal to, കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും $2,700. അതാണ് ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് വരുന്നത്. $2,700 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഒരു കമ്പോണൻറ്റ്, വൺ കമ്പോണൻറ്റ്. അപ്പം ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് EOQ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി ആണ്. നമുക്കിനി അതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. റിക്വയർമെൻറ്റ് എന്നാ, വാട്ട് ഇസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രി ഫോർ ദ കമ്പോണൻറ്റ് ഓഫ് എ ഇയർ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാണെന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കമ്പനി യൂസസ് 65,000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് എ ഇയർ. നമ്മൾ എന്തോരമാണ് യൂസേജ് എന്നുള്ളത് തന്നേക്കുവാണ്. അതിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു വാല്യൂ ആണ്. അത് വെച്ചല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇറ്റ് പ്ലേസസ് ഓർഡേഴ്സ് ഇൻ ബാച്ചസ് ഓഫ് 1500 വിച്ച് ഇസ് ഇറ്റ്സ് EOQ. ബാച്ചസ് ആയിട്ടാണ് ഓർഡർ ചെയ്യുന്നത് 1500-ൻ്റെ വിച്ച് ഇസ് ഇറ്റ്സ് EOQ. അപ്പോൾ നമുക്ക് EOQൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദ മിനിമം ഇൻവെൻട്രി ലെവൽ ഇസ് 2000. മിനിമം ഇൻവെൻട്രി ലെവൽ നമുക്ക് തന്നിട്ടുണ്ട് 2000. ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 യൂണിറ്റ് ഓഫ് ഇൻവെൻട്രി ഫോർ എ ഇയർ ഇസ് $0.25 അഥവാ 25 cents. ഇതാണ് CH, കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 യൂണിറ്റ്. ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹോൾഡിംഗ് ഇൻവെൻട്രിയുടെ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്? ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻവെൻട്രി. ആവറേജ് ഇൻവെൻട്രി എന്നാ EOQ ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി. EOQ നമുക്ക് എത്രയാണ്? 1500 ബൈ 2 പ്ലസ് ബഫർ ഇൻവെൻട്രി എത്രയാ? 2000. ഇത് ഇൻറ്റു 0.25 ആണ് ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. എത്ര ആൻസർ വരുന്നത്? 687.5. ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വീഡിയോ മാത്രം കണ്ടാൽ പോരാ, നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ ഉള്ളൂ സ്പീഡ് കിട്ടത്തുള്ളൂ. നമുക്ക് ഇക്വേഷൻസ് എഴുതാതെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറും കിട്ടത്തുള്ളൂ. അങ്ങനെ സ്പീഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതാണ് നമ്മൾ EOQൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഇതിനായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.